വേനൽക്കാലം എന്ന് പറയുന്നത് ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ കാലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അധികം പേരുടെയും വീട്ടിലും ചക്കയോ മാങ്ങയോ എന്തെങ്കിലും ഒന്ന് എല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് ഏതായാലും ചക്കയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചക്ക ഞങ്ങൾ പോയി ഇട്ടു. എന്നിട്ട് ഞങ്ങളത് ചക്ക കൂട്ടാൻ വെക്കാനും അതുപോലെ പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് 2 രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ മുകളിലുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ കറി വെക്കാനേക്കാണ് അരിയുന്നത്. അതാണ് കേട്ടോ 2 പാത്രം വെച്ചിട്ട് ഞാൻ അരിയുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നീളത്തിൽ അരിയുന്നത് കുട്ടികൾക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചക്ക വറക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചറായിരുന്നു. അപ്പോൾ ഏതായാലും അവർക്ക് അതങ്ങോട്ട് വറുത്തെടുത്താൽ ആ പൂതി അങ്ങോട്ട് തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും 2 രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട്. ഒരെടുക്കുമ്പോൾ നിറച്ച് ചക്ക വറുക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇത് കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ. മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും തേച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒരു റൗണ്ടിൽ എണ്ണയിലേക്ക് ഇടാൻ പാകത്തിന് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും തിരുമ്മി എടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടോ നോക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കഷ്ണമൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ ചക്ക പൊരിക്കാൻ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കൂട്ടാനേക്കാളും ഇഷ്ടം ഒരുപക്ഷെ ഇതിനോടായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റാണല്ലോ. അത് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നല്ല കിലുകിലിന്നനെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാണ് കേട്ടോ. ചൂടുണ്ടാവേ. രസണ്ടാ? സൂപ്പർ ഉണ്ടാ? ഇതെന്താ ചെയ്ത്? എന്താ രസണ്ടാ? അപ്പോൾ ഏതായാലും ഞങ്ങളിതൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.